വിശേഷമുണ്ട്, അത് പറയാൻ വേണ്ടിട്ട് ഞങ്ങൾ ഇവിടെ വന്നത്. ഇന്ന് ഞങ്ങളുടെ കല്യാണമാണ്. കല്യാണോ? ഇപ്പോഴോ? ഞങ്ങള് 40 വർഷമായിട്ട് പ്രേമിക്കുമായിരുന്നു. ഇന്ന് ഞങ്ങള് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചല്ലേ ചായ? അതെ. 40 വർഷമായിട്ട് പ്രേമിച്ചിട്ട് ഇപ്പൊ കേട്ടാൻ പോകുന്നു. അല്ല, ഞങ്ങളുടെ ഈ കല്യാണത്തിന് പിന്നിലൊരു കഥയുണ്ട്, അതാണ് നിങ്ങൾ കാണുന്നത്. നമുക്ക് കാണാല്ലേ? അങ്ങനെ ചിരിച്ചും കളിച്ച് 40 വർഷം കടന്നു പോയത് അറിയില്ല. ഇന്ന് നമ്മുടെ 40ാമത്തെ വിവാഹവാസികള്. ഇനി എത്ര കാലം ഈ ഭൂമിയിലുണ്ടാവോ? അങ്ങനെ പറയില്ല അച്ചായ. മരണത്തിന് പോലും അച്ചായനെ ഞാൻ വിട്ടുകൊടുക്കത്തില്ല. നിനക്ക് എന്നോടുള്ള വൈരാഗ്യം ഇപ്പോഴും തീർന്നിട്ടില്ലല്ലേ? അതല്ല അച്ചായ, ഈ വർക്കിച്ചനില്ലെങ്കിൽ ഈ ട്രേസിയ കുട്ടി ഇല്ല. ഈ ട്രേസിയ കുട്ടി ഇല്ലെങ്കിലോ? അതിനൊക്കെ ആലോചിക്കേണ്ടി വരും. എന്താ? അല്ല, അല്ല, നിങ്ങളുടെ കൂടെ ഇറങ്ങി വന്ന എനിക്ക് ഇത് തന്നെ വേണം. നിങ്ങൾ പറയോ, എന്നെ ചേച്ചിയെ ഒരേ കുടുംബത്തിലേക്ക് കെട്ടിച്ചു വിടണമെന്നായിരുന്നു എന്റെ അപ്പച്ചവരുടെ അമ്മച്ചിയുടെ ആഗ്രഹം. അത് മതിയായിരുന്നല്ലേ, അതാവുമ്പോ ഒരു കൂട് പോലെ നശിക്കുള്ളായിരുന്നു. നിങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ പറയും, എനിക്കറിയാം. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ പോകുമ്പോഴേ ഒറ്റപ്പെടലിന്റെ വേദന നിങ്ങൾ മനസ്സിലാക്കുള്ളൂ. നീ ഇവിടെ ഇല്ലാത്തപ്പോഴും ഞാൻ ഒറ്റപ്പെടലിന്റെ സുഖമൊക്കെ ഞാൻ അനുഭവിച്ചറിയാറില്ല. നമ്മുടെ മക്കളൊക്കെ വരാറായി, നമുക്ക് കട്ടിയുള്ള കേക്കൊക്കെ എടുത്തിട്ട് വാ. നീ ഇവിടെ ഇപ്പൊ വരാം. നിന്റെ അപ്പച്ചനാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പച്ചൻ പോയില്ലേ? ഇല്ല. അമ്മച്ചി നിങ്ങൾ ആരെ പോയ ശരിക്കും? എന്താണ് പറ്റിയത്? പിന്നെ എന്തിനാണ് വിളിച്ചോട്ട് ഇവിടെ കത്തിക്കാനായിട്ടൊരു എമർജൻസി ലാമ്പ് വേണം, അതുകൊണ്ട് വരാനില്ലെന്നോട് ഞാൻ പറഞ്ഞോളൂ. നീ ഒറ്റയ്ക്കാണ് ഇങ്ങോട്ട് വന്നത്, വെറോണിക്കനെ കൊണ്ടുവന്നില്ലേ? വെറോണിക്ക അവിടെ തിരക്കല്ലേ? എന്ത് തിരക്ക്? വെറോണിക്ക നമ്മളെ പഠിച്ചുകൊണ്ടിരിക്കല്ലേ? എന്ത് പഠിക്കുന്നത്? അവർക്ക് ഒരു 10-16 ഭാഷ അവൾ കൈകാര്യം ചെയ്യുള്ളൂ. 16 ഭാഷ അറിയാം. പിന്നെ സമ്മതിക്കണോട്ടാ, ഒറ്റ ഭാഷ അറിയാവുന്ന ഇവരുടെ മുമ്പിൽ ഞാൻ എങ്ങനെ പിടിച്ചിരിക്കണമെന്ന് എനിക്കറിയാം. 16 ഭാഷയിലൊക്കെ ഉള്ള ഗീതത്തിൽ കഴിക്കുന്ന എനിക്ക് വിഷയമാ. അപ്പച്ചന്റെ മോളല്ലേ, എനിക്ക് ഒറ്റ ഭാഷ അറിയാവുള്ളൂ. അതെ, നിന്നെ വിളിച്ചു വെച്ച് വേറൊന്നുമില്ല. അപ്പച്ചന്റെ അമ്മച്ചിന്റെ 40ാമത്തെ വിവാഹവാസികളുണ്ട്. അപ്പൊ എല്ലാവരും വിളിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ കേക്കൊക്കെ കട്ട് ചെയ്ത് നമുക്ക് നിന്ന് ആഘോഷിക്കണം. കോഴിക്കുട്ടിയൊക്കെ ഇപ്പൊ വരും. അയ്യോ, കോഴിക്കുട്ടി സണ്ണിക്കുട്ടി വന്നു. എവിടെ? അയ്യമ്മാന്റെ സ്നേഹം നോക്കണി. ഇതാണ് നിന്റെ ആങ്ങളെ കണ്ടു പഠിക്കുന്നത്. എന്താ പ്രശ്നം? എനിക്ക് ഗർഭിലുണ്ടല്ലോ, ഒട്ടകത്തെ കറക്കുന്ന പണിയാണെന്ന്. അവിടെ ഈന്തപ്പനിക്കാരുടെ പണിയാണെന്ന്. അതൊക്കെ മോശമായിപ്പോഴാണ്. സത്യത്തിൽ എന്താ എടുക്കാനുള്ള പണി? എന്റെ അപ്പച്ചയ്ക്ക് ഒട്ടകത്തെ കറക്കാൻ ഞാനാ. ഇവിടെ ആ തെങ്ങുമ്പേ കയറുന്നതറിയോ? വിഷമാണെന്ന് ഇവരെന്താ പണി ചോദിച്ചു? ഇവര് അമേരിക്കയിൽ തന്നെ പണി ചോദിച്ചു. ഞാൻ സേവന ഡിപ്പാർട്ട്മെന്റിൽ, അവൻ ഓഫീസിലാണ്. സേവ് ന്യൂയോർക്ക് ഡിപ്പാർട്ട്മെന്റ് കൂത്തുവാറിലാണെന്ന് പണി അറിയോ? മൊത്തമൊന്നുമില്ല, ഫുട്പാത്ത് മാത്രം. വിളിച്ചു വന്നേക്കാ കാര്യത്താ. അതെ, അപ്പച്ചന്റെ അമ്മച്ചിന്റെ 40ാമത്തെ വിവാഹവാസികൾ. അതൊന്നും മക്കളായിട്ട്
തന്നെ ഞങ്ങൾക്ക് ആഘോഷിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, അതുകൊണ്ട് വിളിച്ചതാണ്. അപ്പൊ ഇനി നമുക്ക് സമയം തൊട്ട് പാഴാക്കണ്ട, കേക്ക് മുറിക്കാം. കേക്ക് മുറിക്കാൻ ഉദ്ഘാടനം പറഞ്ഞിട്ട് കേക്കിൽ തൊട്ട് പോകരുതോ? ഞാനില്ലാതെ കുമ്പസാരം നടത്തിയാൽ ഞാൻ ക്ഷമിക്കും, കുർബാന നടത്തിയാൽ ക്ഷമിക്കും, ഞാനില്ലാതെ ഫുഡ് അടിച്ചാൽ ക്ഷമിക്കില്ല. ഫുഡിന്റെ പരിപാടി കഴിഞ്ഞില്ല. സാധാരണ നീ ദൂരെ പോകുക, നീ ദൂരെ പോകുക. നിന്നെ പോലുള്ള ജീവികളാണ് നിപ്പ വരുത്തുന്നത്. ദൂരെ പോകുക, ദൂരെ പോകുക. അയ്യാക്കാൻ വവ്വാലല്ല, വക്കീൽ. വവ്വാലിലും വായുണ്ട്, വക്കീലിലും വായുണ്ട്. നിപ്പ വായുവിലൂടെ പകരുന്നത്. നീ വായെടുത്ത് മാറി നിൽക്കുക. അല്ലെ ഞാൻ പോട്ടൻ. കണ്ടപ്പോ തന്നെ മനസ്സിലായി നീ പോത്താണെന്ന്. അഡ്വക്കറ്റുമാരിൽ പോത്തുണ്ട്. അഡ്വക്കറ്റ് കുഞ്ഞവിയ പോത്തൻ മാക്കാച്ചി പറഞ്ഞു. എങ്കിൽ അഡ്വക്കറ്റ് മാക്കാച്ചി അത് മാറി നിൽക്കും. അച്ഛോ, ഞങ്ങളുടെ കുടുംബത്തില്ല. ഇത് കട്ട് ചെയ്യാം, കേക്ക് കട്ട് ചെയ്യാം. അന്ന് ഞങ്ങൾ കുറിക്കട്ടെ. ഇങ്ങോട്ട് മാറി നിൽക്കൂ, അടുത്ത് നിൽക്കാം. രണ്ടുപേരും ദൈവത്തെ നന്നായിട്ട് ധ്യാനിക്കുക. കത്തിയെടുക്കുക, ഒരുമിച്ച് കത്തിയിൽ പിടിക്കുക, 2 പീസ് കട്ട് ചെയ്യുക. ഒന്ന് കൂടി രണ്ടുപേരും ഓരോ പീസ് കയ്യിലെടുക്കും. എടുക്കും, 2 പീസും 2 കയ്യിലെടുക്കും. പരസ്പരം നോക്കൂ. 40ാമത് വിവാഹ വർഷം ആഘോഷിക്കാൻ പോവുകയാണ്. പരസ്പരം ഈ 2 കേക്കുകളും അടുപ്പിക്കൂ. എന്നിട്ട് എന്റെ വായിലേക്ക് വെക്കും. ശരിയാവില്ല. അത് ശരിയാവില്ലേ? ഇതിൽ നിങ്ങൾ പരസ്പരം ഈ കേക്ക് വാങ്ങി വെക്കൂ, ഞാൻ ഇതെടുത്തോളാം. വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ഈ വർഗിച്ചായി അദ്ദേഹത്തെ കുറിച്ച് ഈ വേളയില്ല, അദ്ദേഹത്തെ കുറിച്ച് 2 വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അച്ഛൻ വിറ്റ് തെരോണിക്ക് അമേരിക്കയിൽ ലൈവിലുണ്ട്. അല്ല എല്ലാവരും കാണട്ടെ. നിന്നെ വേണ്ട, അമേരിക്കക്കാർ മൊത്തം അറിയട്ടെ. 40ാമത് വിവാഹ വാർഷികം ആഘോഷിക്കട്ടെ, അവർക്ക് ഒരു സന്തോഷമാകട്ടെ. പ്രിയമുള്ളവരെ, ഞാൻ ഈ മാന്യനെ ഈ വർഗത്തിനെ പരിചയപ്പെടുന്നത് 1987-ലാണെന്ന് തോന്നുന്നു. 70-ല. അപ്പോൾ 1977 അങ്ങനെ ഞാൻ ഇവിടെ വികാരിയായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് എന്നെ കാണാൻ വേണ്ടി പണിമടിയിലേക്ക് ഈ വർഗിച്ചെന്ന് പറഞ്ഞ് ഈ മാന്യൻ കയറി വരികയുണ്ടായി. ഈ മാന്യൻ ഇദ്ദേഹത്തെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നി, എന്തൊരു മാന്യൻ, എന്തൊരു അധ്വാനി, എന്തൊരു തേജസ്. പക്ഷേ അന്ന് രാത്രി തന്നെ ഈ മാന്യൻ വെറും പകൽ മാന്യനാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം എന്റെ കപ്പത്തോട്ടത്തിൽ കയറി കോപ്പ നാട്ടുകാർക്ക് നീങ്ങവനാണ് അന്ന് ഞാനും കപ്പിയാവും കൂടി ഒരു ബന്ധത്തിലൂടെ ഈ വർക്കിച്ചിനകൾ പിടിച്ചു തെങ്ങിൽ കെട്ടിയിട്ട് തല്ലി. നാട്ടുകാരും തല്ലി. പക്ഷേ നിങ്ങളൊന്ന് വിചാരിക്കണം, ഞങ്ങൾ തല്ലിക്കഴിഞ്ഞ് പോയപ്പോൾ ആ കെട്ടടിച്ച് കെട്ടിയിട്ട് തെങ്ങിൽ കയറി തേങ്ങാപ്പെട്ടവനാണ്. അങ്ങനെ കപ്പയും തേങ്ങയും കൊണ്ട് മാന്യനായി 40 വർഷം ആഘോഷിക്കുന്ന ഈ വർക്കി പെരിച്ചാടിക്ക് ഞാൻ അനുശോചനം രേഖപ്പെടുത്തുന്നു. ഇതിലും വേറെ ഒരു നീട്ടെടുത്ത് എന്താ അച്ഛൻ എന്റെ വീട്ടിലോട്ടൊന്ന് വേണം. എന്നാത്തിനോ? ഞാനൊരു പുതിയ പട്ടിയെ വാങ്ങിച്ചു. സാധാരണ പുതിയ വണ്ടി മേടിക്കുമ്പോഴാണ് അച്ഛനെ വിളിക്കുന്നത് വെഞ്ചരിക്കാൻ. ഇത് പട്ടീനെ വിളിച്ചിട്ട് വെഞ്ചരിക്കാനോ? ശരി ശരി വരാം. പട്ടി കടിക്കുമോ? അല്ല, അത് കടിക്കുമെന്ന് അറിയാൻ വേണ്ടി അച്ഛൻ വരാൻ പറഞ്ഞു. പട്ടീനെ പഠിപ്പിക്കാനുള്ള പരിപാടിയാണെങ്കിൽ ഞാൻ വരത്തില്ല. അപ്പഴേ അപ്പത്തിന് അമ്മച്ചിക്ക് എന്നാ ആഗ്രഹം വെച്ചാൽ പറഞ്ഞോ. നീ പറഞ്ഞാ മതി. ആരെങ്കിലും പറ, ആഗ്രഹം പറയാനാണോ ഇല്ലല്ലേ? അതെ, നമ്മുടെ കല്യാണം വീഡിയോയിലൊന്നും പിടിച്ചിട്ടില്ലല്ലോ. അപ്പൊ നമ്മുടെ കല്യാണം വീഡിയോയിൽ പിടിച്ചെടുക്കുന്നത് കാണണമെന്നൊരു ആഗ്രഹമുണ്ട്. അത്രേ. അതെ, നിങ്ങളുടെ അമ്മച്ചിക്ക് ഒരു ആഗ്രഹം. നിങ്ങളുടെ അമ്മച്ചിനെ ഞാൻ വിളിച്ചോണ്ട് പോകുന്നതാണല്ലോ. അപ്പൊ അക്കാലത്ത് വീഡിയോ ക്യാമറ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങളുടെ കല്യാണം ഒന്നുകൂടി വീഡിയോ കൂടെ ചെയ്ത് ഞങ്ങൾക്കൊന്ന് കാണണം. 271 അങ്ങനെയൊക്കെ പറഞ്ഞ പോലെ ചടങ്ങുകളെല്ലാം ഉണ്ട്. അവിടെ വിളിച്ചുകൊണ്ടാകുന്നുണ്ടോ? ഇതങ്ങനല്ല. ഇവര് വീണ്ടും വിവാഹം കഴിക്കണം.
ഞങ്ങൾ വിവാഹം കഴിച്ചേക്കണതാണല്ലോ. അല്ല അത് സാരമില്ല. രണ്ടാമത് വിവാഹം കഴിയാം. അല്ല ഇപ്പഴത്തെ ബന്ധോ ഇപ്പഴത്തെ ബന്ധം ഇപ്പൊ ഡിവോഴ്സൊക്കെ നടക്കും. പിന്നെ നടക്കും. ഇന്ന് രാവിലെയാണ് നടത്തിയിട്ടല്ലേ വന്നത്. നിങ്ങൾ തന്നെയാണ് ഇതൊക്കെ നടത്തുന്നത് സാധാരണ? അതെ, കഴിഞ്ഞ 32 വർഷമായിട്ട് പെൺപിള്ള എന്നെ പാത്രം കൊണ്ടിരിക്കുക. പാത്രപ്പെട്ടി 32 വർഷമായിട്ട് പാത്രം കൊണ്ടിരിക്കുന്ന പാത്രം കൊണ്ടിരിക്കുക. ഇന്നാണോ ഡിവോഴ്സ്? അല്ല അതെ, ഈ അടുത്ത കാലത്താണ് ഇന്നെ കിട്ടിയത്. ഡൈവേഴ്സ് ചെയ്തിട്ട് ഞങ്ങൾ രണ്ടാമത് കല്യാണം കഴിക്കണം. നടക്കണ കേട്ടോ പെട്ടെന്ന്. വീഡിയോ എടുക്കാം. ശരിയാ, അത് എല്ലാവരും വീഡിയോ എടുക്കണല്ലോ. പിടിക്കണം. അന്ന് എന്താ ചെയ്യുന്നത് പറയും. അപ്പൊ അതിനുള്ള ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉടനെ എന്നെ കല്യാണം കഴിപ്പിക്കോ? കുരിശു വരയ്ക്കാൻ സെക്ഷൻ 446 പ്രകാരം ലീഗലി യുവർ ഓണർ മൈ കക്ഷിക്കാരൻ ഈസ് നോട്ട് എ കുറ്റക്കാരൻ. മൈ കക്ഷിക്കാരൻ ഈസ് നോട്ട് എ കുറ്റക്കാരൻ. അതിൻ പ്രകാരം ഈ സെക്കൻഡിൽ തന്നെ നിങ്ങൾ ഡൈവോഴ്സ്. അച്ഛായെന്ന് വിളിക്കരുത്. ഇപ്പൊ നിങ്ങൾ ഡിവോഴ്സ് ആയിരിക്കുകയാണ്. നിങ്ങൾ വേർതിരിച്ചിരിക്കുകയാണ്. അന്യ പുരുഷനാണ്, അന്യ സ്ത്രീയാണ്. അന്യ സ്ത്രീ ഒരിക്കലും അന്യ പുരുഷനെ അച്ഛായെന്ന് വിളിക്കാൻ സഭ സമ്മതിക്കില്ല. ഇനി നിങ്ങൾ അടുത്തടുത്ത് നിന്നാൽ പോലും അത് അനാവശ്യമാണ്. അന്യ ആൾക്കാരുടെ ചീത്തപ്പനുണ്ടാക്കും മാറി ഞങ്ങളുടെ അമ്മച്ചയെ കിടങ്ങി ഞങ്ങളുടെ പെണ്ണം. ഇപ്പൊ ഞങ്ങളുടെ ഭാഗത്ത് നിൽക്കുന്ന പെണ്ണാണ്. നിങ്ങളുടെ ഭാഗത്ത് നിൽക്കുന്ന ചെറുക്കനാണ്. അത്യാവശ്യം ക്വാളിറ്റിയും കാര്യങ്ങളുള്ള ഒരാളാണ് ഞങ്ങളുടെ പെണ്ണ്. അതിനിപ്പോ ചേർന്നിരിക്കുന്ന കല്യാണമാണെങ്കിൽ നമുക്ക് ആലോചിക്കാം. ഒരു അമേരിക്കക്കാരന്റെ കുടുംബത്തിലുള്ള ഒരു ചെറുക്കാണ് നിൽക്കുന്നത്. എന്ത് തരും നിങ്ങളെ പെണ്ണുവിട്ട്? പെണ്ണുവിട്ടാൻ എന്ത് തരും? ചെറുക്കൻ എന്നാണെന്ന് തന്നീരാ എന്ത് ഗുണമുണ്ടാ ഈ പെണ്ണ്? എനിക്കൊന്നും വേണ്ട, ഞങ്ങളെ കെട്ടിച്ചാ മതി. എന്നെ പോയിട്ടുള്ളൂ നീ ഇത്ര നല്ല ചെറുക്കനെ പെണ്ണ് വീട്ടിൽ മൂന്ന് പ്രാവശ്യം ഈ പോടി പണക്കാരെ ഞങ്ങൾ പിന്നെ കെട്ടി. ഒരുത്തന്റെ സഹായമില്ലാതെ ഞങ്ങൾ കെട്ടി. അപ്പൊ എന്നാണല്ലോ നമ്മളെല്ലാം കഴിച്ച് കാര്യങ്ങളൊക്കെ ശരി. ഇനി മക്കൾക്കുള്ള വീതം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ തന്നെ പിരിച്ചു അതെന്റെ മക്കൾക്കുള്ള ആളുടെ ആർക്കൊക്കെ എങ്ങനെയൊക്കെ പറഞ്ഞാ ഞങ്ങൾ എന്തായാലും രണ്ടാമത് കെട്ടിയതാണല്ലോ. അപ്പോ ഇനി ഞങ്ങൾക്ക് കുട്ടികളുണ്ടാവുമ്പോ ആ മക്കൾക്ക് ഞങ്ങൾ ആ പൊത്തുകൾ മുഴുവൻ കൊടുത്തേക്കാം. നല്ല തീരുമാനം. മധുരക്കൽ